എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പണ്ടാരാണ്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട്, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഈ അവസരത്തിൽ ഞാനതങ്ങോട്ട് പറയുകയാണ്. കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചു എന്ന് കേട്ടിട്ടില്ലേ? അതേ അവസ്ഥയിലാണ് നമ്മുടെ പാവപ്പെട്ട വികാരി അച്ഛൻ എത്തിയിട്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൊല്ലം സുധി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വീടോ വസ്തുവോ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കണ്ണായ സ്ഥലത്ത്, അദ്ദേഹം പറയുന്നത് സെൻറ്റിനിപ്പോൾ 4 ലക്ഷം രൂപ വരെ കിട്ടുന്ന ഒരു പ്രദേശമാണ്, ഒരു സ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു 7 സെൻറ്റ് വസ്തു ഈ പറയുന്ന സുധിയുടെ 2 കുഞ്ഞുങ്ങൾക്കായിട്ട് അദ്ദേഹം ഇഷ്ടദാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അതിൻ്റെ ഒരു രസമെന്ന് പറയുന്നത്, ഇതിനു മുമ്പ് കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം പോലും അദ്ദേഹം കണ്ടിട്ടില്ല, നേരിട്ടോ അല്ലാതെയോ. അപ്പോൾ എന്നിട്ട് പോലും ഫ്ലവേഴ്സ് ചാനലിലെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇടപെട്ടിട്ടാണ് ഇതുപോലെ അദ്ദേഹമാണ് വന്നിട്ട് പറഞ്ഞത്, അച്ഛൻ വിചാരിക്കുകയാണെങ്കിൽ സാധിക്കും, ആ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ 1 സെൻറ്റ് വസ്തു പോലും ഇല്ല, സ്വന്തമായി വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവം അച്ഛൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സ്വന്തം പുരയിടം എന്ന് പറഞ്ഞാൽ കുടുംബ ഓഹരി അദ്ദേഹത്തിന് കിട്ടിയതിൽ നിന്നും കണ്ണായ സ്ഥലത്ത് ഏറ്റവും നല്ലൊരു പ്ലോട്ട് നോക്കി അങ്ങനെ കൊടുക്കാനും കാരണമുണ്ട്. കാരണം അദ്ദേഹം അവകാശപ്പെടുന്നത്, ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്, താങ്കളുടെ പ്രോപ്പർട്ടിയിൽ നിന്നും നല്ലൊരു പ്രോപ്പർട്ടി ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ കണ്ണായ സ്ഥലത്ത് നിന്നും അദ്ദേഹം ഒരു 7 സെൻറ്റ് പുരയിടം ഈ 2 മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് സൈബർ ബുള്ളിങ് ആയാലും അല്ലാണ്ട് വീട്ടുകാരിൽ നിന്നും ഇടവകക്കാരിൽ നിന്നൊക്കെ ഒരുപാട് മോശം അനുഭവം അദ്ദേഹത്തിനുണ്ടായി എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ആ ഒരു പ്രോപ്പർട്ടി കൊടുത്തത് എന്ന് വെച്ചാൽ, അതിന് തൊട്ട് ചേർന്നുള്ള പ്രോപ്പർട്ടികൾ ഈസി ആയിട്ട് വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇഷ്ടദാനം കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി നല്ല വിലയ്ക്ക് വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് ആ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നത്. അദ്ദേഹത്തിന് ഇത് തുറന്നു പറയണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ പ്രിയ സഹോദരൻ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബറെ സമീപിക്കുകയും അദ്ദേഹം വഴി ഈ പറയുന്ന അച്ഛന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പുറം ലോകത്തിനെ അറിയിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതേക്കുറിച്ചിട്ട് രേണുവിനോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ രേണുവിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, രേണു പോകുന്നിടത്തും വരുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലാം ക്യാമറയാണ്. പുള്ളിക്കാരത്തി അവിടെ തിരിയുമ്പോഴൊക്കെ കുറേ ഓൺലൈൻ മീഡിയാസുകൾ പിന്നാലെ വരും. എന്നിട്ട് അവർക്കെല്ലാവർക്കും പണ്ട് ഷാജി ചെയ്തതുപോലെ ഇൻ്റർവ്യൂകൾ ചെറവറ എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് കിടക്കുകയാണ് ഈ പാവപ്പെട്ടോള്. എന്നാൽ ഇത് ശരിക്കും കുറച്ച് ഇൻ്റർവ്യൂ കൊടുപ്പങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ നമുക്കതൊന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ രേണു സുധി പറയുന്ന മറുപടി, മീഡിയാസ് വന്നിട്ട് ഈ ഒരു വിഷയം, ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് സംബന്ധിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ രേണു സുധി പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം. അതാണ് കറക്റ്റ്. രേണു പറഞ്ഞ മറുപടി വളരെ കറക്റ്റാണ്. അതായത് അവരോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ സുധിയുടെ മക്കൾക്ക് പുരയിടം കൊടുത്തത് കൊണ്ട് മാർക്കറ്റ് ചെയ്തു പോയി, അതിന് തൊട്ട് ചേർന്നുള്ള പുരയിടങ്ങൾക്കൊക്കെ നല്ല വില കിട്ടി എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴത്തേക്ക് രേണു പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വസ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ വസ്തു സെയിലായി പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോപ്പർട്ടി കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആളുകൾ മേടിക്കത്തുള്ളൂ എന്നാണ് രേണു സുധി മറുപടി പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കറക്റ്റ് മറുപടിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ അച്ഛൻ എന്തുമാത്രം മാനക്കേട് നേരിട്ടു എന്നുകൂടി ഓർക്കണം. ഈ ഓൺലൈൻ മീഡിയാസൊക്കെ വന്നിട്ട് ഇങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ചികഞ്ഞ് എടുത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ, അവർ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ, അവിടെ ഇതുപോലെയുള്ള ഉപകാരം ചെയ്യുന്ന മനുഷ്യർ ഇളിഫ്യരാവുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ശ്രീകണ്ഠൻ നായരുടെ വാക്കുകളിൽ വിശ്വസിച്ച്
ആ പാവം മനുഷ്യന് അത്രയും വസ്തു കൊടുത്തിട്ട് അദ്ദേഹം ആരായി പിന്നീട്? അദ്ദേഹം എളിപ്യനാവുകയാണ് ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതുവഴി ഒരുപാട് വ്യൂസും കാശും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. കാരണം ഓരോരുത്തർ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള മസാല ചേർത്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് കൂടുതൽ ആളുകൾക്കും കേൾക്കാനായിട്ട് പ്രിയം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലെന്ന് ഞാൻ പറയും. കാര്യം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ, സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയ്ക്ക് ഒട്ടും ഒരു 100 വ്യൂസ് പോലും ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് മസാലയും എരിവും പുളിവും ചേർത്ത് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം ഒരു ഭേദമില്ലാത്ത വ്യൂസൊക്കെ വരും. അപ്പോൾ അതാണ് അവസ്ഥ. കാരണം നല്ലത് എവിടെ കണ്ടു കഴിഞ്ഞാലും ആരും മൈൻഡ് ചെയ്യില്ല. അതേസമയം മസാല എവിടെയുണ്ടോ അതിൻ്റെ പിന്നാലെയാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ രേണുവിനോടൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളാരും ഏതവൻ എനിക്ക് തരും, ഏതവളെ എനിക്ക് തരും എന്നാണ് രേണുവിൻ്റെ ചോദ്യം. അതുകൊണ്ട് രേണുവിനോടൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ഈ ഇൻ്റർവ്യൂകൾ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആശ്വാസം. കാരണം നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് നല്ല കാശൊക്കെ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ പാറി നടന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വൈറലാവാനും പറ്റും ഇൻ്റർവ്യൂകളൊക്കെ ഒരുപാട് കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കൂടുതലും എൻ്റെ തോന്നലാട്ടോ, എൻ്റെ തോന്നൽ എപ്പോഴും സത്യമാവണമെന്നൊന്നുമില്ല. പക്ഷേ എന്നാലും നോർമലി എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ ആ അച്ഛന് കൂടുതലും പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നതിൻ്റെ പിന്നിലുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ രേണുവിൻ്റെ ഇപ്പോഴത്തെ റീൽസുകൾ, വീഡിയോസുകൾ ഇതൊന്നും പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ വെച്ചും കൂടി ഈ അച്ഛനെ ആളുകൾ പരിഹസിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുണ്ട്, അദ്ദേഹം അത് ആരോടും പറയുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കും വാസ്തവം. ഇതെൻ്റെ തോന്നലാണ് കേട്ടോ. ഇതിൻ്റെ പേരിൽ നിങ്ങൾ മറ്റാരെയും ക്രൂശിക്കാനൊന്നും നിൽക്കേണ്ട. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. രേണുവിൻ്റെ ഇപ്പോഴത്തെ മോഡലിങ് ഇതൊക്കെ കണ്ടിട്ട് പലരും അവരച്ഛന്മാരാണ്. അച്ഛന്മാർക്കൊന്നും ഒരിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടാൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം അത് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അതൊന്നും കാണാൻ നേരമില്ല. കാരണം ഈ അച്ഛന്മാരും സിസ്റ്റർമാരൊന്നും ഇതുപോലെയുള്ള കീടങ്ങളൊന്നും കാണാനായിട്ട് നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് പ്രാർത്ഥനയും അവരുടേതായിട്ടുള്ള കുറേ ലോകമുണ്ട്. അതിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരാണ് ഈ അച്ഛനും. ഇടവകയിലെ പ്രശ്നങ്ങൾ തന്നെ അവർക്ക് തീരാത്തത് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ അവർക്ക് ഈ റീൽസൊന്നും കാണാനുള്ള ടൈം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇതൊക്കെ കാണുന്ന പലരും ഇദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം അത് തുറന്നു പറയാത്തതായിരിക്കും. അച്ഛൻ ഇത്രയും ഒരുപക്ഷെ പുറത്താരും പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ഫാമിലിയിലുള്ളവർ പറയുന്നുണ്ടായിരിക്കാം. ഇത്രയും അതായത് പറയുന്നുണ്ട് സെൻറ്റിന് 4 ലക്ഷം രൂപ വരെ വില കിട്ടുന്ന പ്രോപ്പർട്ടിയാണെന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ വോയിസ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം നിങ്ങളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ളവർ അനുഭവിക്കേണ്ട സംഭവമല്ലേ. അപ്പോൾ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല, ആ കുഞ്ഞുങ്ങൾ അനാഥരായി പോവും, കിടക്കാടമില്ല എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അമ്മ ഇതുപോലെ പാറി നടന്ന് അഭിനയിക്കുമ്പോൾ അത് വച്ചിട്ട് പിന്നെ അച്ഛനെ പരിഹസിക്കുന്നവരും ഉണ്ടാവാം. അതൊക്കെ ആയിട്ടായിരിക്കും അച്ഛനിപ്പോൾ അതുൽ വ്ളോഗ്സിൻ്റെ ചാനലിൽ വന്നിട്ട് അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് ഞാൻ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. തോന്നലുകൾ എപ്പോഴും ശരിയാവണമെന്നുമില്ല, ശരിയായിക്കൂടാതെയും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ അച്ഛൻ്റെ സംസാരം കേൾപ്പിച്ചു തരാം. അതായത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബിൽ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വിലയനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ ഏറെ നൽകുവാനിടയാണ്. അതിന് കാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന്
അപ്പോൾ അത് അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒരുപാടാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വീട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ടും ആർക്കായാലും വിഷമമാണ്. കൊടുത്തത് ഒരിക്കലും തിരിച്ച് ചോദിക്കാനും പറ്റില്ല. അതാണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ. ദയവ് ചെയ്ത് ഇത്തരക്കാരെ, അതായത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൊനസ്റ്റ് ചോദ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഉത്തരങ്ങളുമായിട്ടും ദയവ് ചെയ്ത് പോകരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇത് ചെയ്തു. അപ്പോൾ അതിനുശേഷം ആ ഒരു പ്രവൃത്തിക്ക് ഒരു വിലയില്ലാത്ത രീതിയിലുള്ള കുറേ എണ്ണം വന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്ത നല്ലൊരു കർമ്മത്തിന് ഒരു വാല്യൂ കൊടുക്കാണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഓരോന്ന് ദുഷിപ്പുകളൊക്കെ പ്രചരിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വിഷമം ഉണ്ടായത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടുകൾ വിറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പറയുന്ന കീടങ്ങളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് നിങ്ങളായിട്ട് ആരെയും ഉപകാരം ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഉപദ്രവിക്കാതെ എങ്കിലും ഇരുന്നുകൂടെ നിങ്ങൾക്ക്. അദ്ദേഹം നല്ലൊരു പ്രവൃത്തി ചെയ്തു, ആ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹം ലജ്ജിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വേദനയുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി മൂന്നാമതൊന്നും ചിന്തിക്കാതെ അദ്ദേഹം കൊടുത്തതിന് ശേഷം അദ്ദേഹം വിഷമിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ കേൾക്കുമ്പോൾ കുറേ ആളുകൾ പറയും, നോക്കിയാണ് കൊടുത്തിട്ട് തിരിച്ച് വിളിച്ചേ വന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടായിരിക്കും. ഇത്തരക്കാരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? അതും 7 സെൻറ്റ് പെരേടമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിന് കൂടുതൽ പറയുന്നു? നടക്കുന്ന വഴിയുടെ പേരിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പിടി മണ്ണ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കഴുത്തറുത്ത് യുദ്ധം ചെയ്യുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത്. വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ നടക്കും ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ അച്ഛൻ ഒരു 7 സെൻറ്റ് വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ആ അച്ഛൻ്റെ വലിയ മനസ്സിനെ പോലും മാനിക്കാതെയുള്ള ഇത്തരത്തിലുള്ള ദുഷിപ്പുകൾ പടച്ചു വിടുന്നത് ആരായാലും കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇനി പറഞ്ഞു പോയാലും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിന്നിരിക്കും. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ ബൈ.